രാവണൻ ആത്മലിംഗം ലങ്കയിൽ എത്തിക്കാൻ പോകുകയായിരുന്നു. അറിയാമോ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു അത്ഭുത കഥ പറയാം. ത്രേതായുഗത്തിൽ ലങ്കയുടെ രാജാവായ രാവണൻ ഭഗവാൻ ശിവനെ സന്തോഷിപ്പിക്കാൻ കടുത്ത തപസ്സു ചെയ്തു. രാവണൻ വേണ്ടിയിരുന്നത് ഒറ്റ കാര്യം: ഉറച്ച മനസ്സോടെ ശിവന്റെ ആത്മലിംഗം. ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ചു. പക്ഷെ ഒരു വ്യവസ്ഥ പറഞ്ഞു: ലങ്കയിലെത്തും വരെ ഇത് ഭൂമിയിൽ വയ്ക്കരുത്. വെച്ചാൽ അതവിടെ തന്നെ ഉറച്ചുപോകും. രാവണൻ ആത്മലിംഗവുമായി യാത്ര തുടങ്ങി. അപ്പോൾ ഭഗവാൻ വിഷ്ണുവും വിഘ്നഹർത്താവായ ഗണപതിയും ഒരു ദിവ്യ ഉപായം ആലോചിച്ചു. സന്ധ്യാസമയം വന്നതായി ആകാശം മങ്ങിയതായി തോന്നിച്ചു. ഗണപതി ഒരു കുട്ടിയായി രാവണന്റെ മുന്നിലെത്തി പറഞ്ഞു: ഞാനിത് പിടിച്ചു നിൽക്കും. പക്ഷേ 3 പ്രാവശ്യം വിളിച്ചിട്ടും വരില്ലെങ്കിൽ ഞാനിത് താഴെ വയ്ക്കും. രാവണൻ പ്രാർത്ഥനയിൽ മുഴുകി. വിളി കേൾക്കാതെ വൈകി. ഗണപതി ആത്മലിംഗം ഭൂമിയിൽ വെച്ചു. അത് ഭൂമിയോട് ചേർന്ന് അചഞ്ചലമായി. കോപാകുലനായ രാവണൻ അതിനെ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ക്രോധത്തിൽ അവൻ അതിൻ്റെ മൂടിയും വസ്ത്രവും പെട്ടിയും വിവിധ സ്ഥലങ്ങളിൽ എറിഞ്ഞു. അവയാണ് ഇന്നത്തെ പുണ്യസ്ഥലങ്ങൾ: മുരുദേശ്വരം, ഗോകർണ മഹാബലേശ്വരം, സജ്ജേശ്വരം, ധാരേശ്വരം, ഗുണവന്തേശ്വരം. ഒരേ ദിവ്യശക്തി, 5 വിശുദ്ധ ഭൂമികൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹര ഹര മഹാദേവ.